എല്ലാം പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നെ ആൺകുട്ടികൾ പിന്നെ ഇവിടെ കേരളത്തിന് എന്തിനാ? അതുകൊണ്ട് ചെറിയൊരു എതിർപ്പുണ്ട്. വന്നിട്ട് പറയാം. ഒരു വരുമോന്ന് ഡൗട്ട് ഉണ്ടല്ലേ? അപ്പൊ ഉണ്ട്. അതാണ് നടപ്പിലാക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം. ആക്കിയില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അത് ആ പറഞ്ഞ വാക്ക് പാലിക്കാതെ പോയതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളാണ് കേരളത്തിന് വേണ്ടി പുതിയ സർക്കാർ നൽകിയിരിക്കുന്നത്. അതിലൊരു കാര്യം, അതായത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് UDF മുന്നോട്ട് വെച്ചൊരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് ആയിരിക്കും ബസ്സിൽ എന്നത്. അത് നടപ്പിലാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വൻ പ്രഖ്യാപനം വന്നത് ജൂൺ 15 മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ നമ്മുടെ സ്ത്രീ വോട്ടർമാർ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ, തിരുവനന്തപുരത്താണ് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു, അവരുടെ പ്രതികരണം എന്താണ്, സന്തോഷമാണോ എന്ന്, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് അവരുടെ ഒരു പ്രതികരണം ആരായാം. ഈ ബസ് സർവീസ് നൽകുകയാണ്, അപ്പോൾ എങ്ങനെ, എന്ത് തോന്നുന്നു, ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നടപ്പിലാക്കട്ടെ, കാത്തിരിക്കുകയാണ് ഒരു തീരുമാനം വരാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ ഇതുണ്ടാകും? സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. ഈ വണ്ടിക്കൂലിയൊക്കെ സ്ഥിര യാത്ര ചെയ്യുന്ന ആളാണോ? അല്ല. അപ്പോ സ്ഥിര യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ നടപ്പിലാക്കട്ടെ. സന്തോഷം. വേഗം നടപ്പിലാക്കട്ടെ തീരുമാനം. സ്ഥിരം ബസ് യാത്ര സേവിങ് കിട്ടും. എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്ന് തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആശങ്കയുണ്ട്. നടപ്പിലാകും. കുറച്ചു പേർക്കെങ്കിലും അതിന്റെ ഇത് കിട്ടുമെന്നുള്ള ഒരു ഇതുണ്ട്. പിങ്ക് ബസ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്നാണ്. പിന്നെ ഒന്നറിയാൻ വയ്യ തീരുമാനങ്ങൾ എന്തൊക്കെയായി വരുമെന്ന്. സാമ്പത്തിക പ്രശ്നമല്ലേ, ആശങ്കയില്ല. നടപ്പിലാകും. അത് ഉറപ്പാണ്. പക്ഷേങ്കില് എത്ര നാളത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എത്ര മാസം. പക്ഷെ ഇത് ഒരു ഭിന്നശേഷിക്കാർക്കോ വയോജനങ്ങൾക്കോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഒരു താഴ്ന്ന കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്കാകുമ്പോഴത്തേന് കുറച്ചുകൂടെ, ഈ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്നവർ ഈ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്താ ഒരു നേട്ടം? അത് ശരിക്കും പറഞ്ഞ വൃദ്ധരായവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സന്തോഷം. നല്ലൊരു തീരുമാനമാണ്. പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്നതിൽ സന്തോഷമുണ്ട്. ഈ വാഗ്ദാനം വന്നപ്പോ ഇത്ര പെട്ടെന്ന് നടപ്പിലാകുമെന്ന് കരുതിയിരുന്നോ? അടുത്ത മാസം മുതൽ നടപ്പിലാകുമെന്ന് കരുതിയിരുന്നോ? ഇല്ല. സ്ഥിരം ബസ് യാത്ര ചെയ്യുന്ന ആളാണോ? ഇല്ല, വല്ലപ്പോഴേ ഉള്ളൂ. അപ്പൊ സ്ഥിരമൊക്കെ ബസ് യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു സന്തോഷമാണ്. വേഗം നടപ്പിലാകട്ടെ, ഓരോരുത്തരും നിന്ന് പോവാതിരിക്കും അല്ലേ? അടുത്ത മാസം മുതൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്രയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. എങ്ങനെയാണ്? എല്ലാ ബസ്സിലും ഫ്രീ യാത്രയാണ്. പിന്നീട് അറിയിക്കുക. അടുത്ത മാസം നടപ്പിലാകുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇത്ര പെട്ടെന്ന് നടപ്പിലാകുമെന്ന് കരുതിയോ? പെട്ടെന്ന് നടപ്പിലാകുമെന്ന് വിചാരിച്ചില്ല. കാര്യം എന്താന്ന് വെച്ചാൽ വാഗ്ദാനം അടുത്ത മന്ത്രിസഭ ഇറങ്ങാറാകുമ്പോഴാണ് അവരെല്ലാ വാഗ്ദാനങ്ങളും പാലിക്കണത് അല്ലേ? ഇപ്പൊ പെൻഷൻ ആയാലും ഇപ്പൊ 2000 രൂപ ആക്കിയത് അടുത്ത മന്ത്രിസഭ വരാറായപ്പോഴാണ്. ഇപ്പൊ 3000 രൂപ ആക്കൂന്ന് പറഞ്ഞ അപ്പൊ അതിൽ. പക്ഷെ ഇതിപ്പം വലിയ സന്തോഷം തുടക്കത്തില് വന്നതില്. മാനദണ്ഡങ്ങൾ വന്ന ഏത് രീതിയിലുള്ള മാനദണ്ഡം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും വെച്ചാൽ എന്റെ ഒരു അഭിപ്രായം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. അതിൽ കുറച്ച് പ്രായമുള്ളവർക്ക് ഒരു ഇതാക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എല്ലാവർക്കാകുമ്പോ അതില് സാമ്പത്തികം ഉള്ള ആൾക്കാരും ഉണ്ട്. ഇല്ല, അപ്പൊ അങ്ങനെയുള്ള ഒന്നേയും BPL കാർഡുകാർക്കോ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. പൊതുവെ എനിക്കറിയില്ല. മറ്റേ നമുക്ക് എല്ലാവർക്കും ആകുമ്പോഴത്തേക്ക് പൊതുവെ നമുക്ക് കേരളത്തിൽ ഇപ്പോഴത്തെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ് അല്ലേ? അപ്പൊ പുതിയ മന്ത്രിസഭ വന്ന് അവരിങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇപ്പൊ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അതിന്റെ പുറകെ സാമ്പത്തികം, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നാൽ ചിലപ്പോൾ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട്. അതാകുമ്പോ ചിലപ്പം കുറച്ചുകൂടെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യത്തിൽ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് കൊടുത്താൽ അത് എങ്ങനെയാണെന്ന് എനിക്ക്. പുരുഷന്മാർക്ക് പ്രായമുള്ളവർക്ക് വേണം തുല്യ പ്രായത്തില്. അതിനോട് ഞാൻ യോജിപ്പിക്കും. പുരുഷന്മാർക്ക്
ഒരു 60-70 വയസ്സായ പുരുഷന്മാർക്ക് ഒന്ന് കൊടുത്താൽ കൊള്ളാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എൻ്റെ ഒരു ഇതിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്താന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് സന്തോഷം. സന്തോഷമല്ലോ, നല്ല സർക്കാരായിട്ട് ഞങ്ങൾക്കും അതേ പറയാനുള്ളൂ. നന്നായിരിക്കും ഈ വീട് സാറിന് ഇനിയും അങ്ങോട്ട് തുറന്ന ഭരണം ഉണ്ടായിക്കോട്ടെ. അല്ല അല്ല ആളെ നമുക്ക് എല്ലാത്തിനും ഒരു മാറ്റം വേണമല്ല. അങ്ങനെ സന്തോഷമുള്ളൂ. മാനദണ്ഡം വെച്ചാൽ സംസാരിക്കാത്തവർക്കും കയ്യും കാലും അടിയൊക്കെ ഫ്രീ ആയിട്ട് ഇത് ആണുങ്ങൾക്ക് കൊടുക്കട്ടെ. എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, കൊടുക്കത്തക്ക ആൾക്കാർക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അർഹരായ വയസ്സായ ആൾക്കാർക്ക് ആണായാലും പെണ്ണായാലും കൊടുക്കുന്നത് നല്ല കാര്യമാണ്. സംസാരിക്കാത്ത ആൾക്കാരുണ്ട്, കാലും കൈയും സ്വാധീനത്തിലുണ്ട്. നല്ല കാര്യമാണ് അവളെ, നന്നായി വരട്ടെ. അങ്ങനെ ഇല്ല, 3 കോടി രൂപ എങ്ങാണ്ടോ ഇതിന് ബാധ്യതയാണെന്നാണ് അറിവ്. പിന്നെ എല്ലാം കൊടുക്കണമെന്ന് നമ്മൾ പറയില്ലല്ലോ. അനുസരിച്ച് അവര് സാമ്പത്തികം അനുസരിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ 60 അവര് പറഞ്ഞ 60 വയസ്സിന് മുകളിലുള്ള ആണായാലും പെണ്ണായാലും കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇങ്ങോട്ടുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ ആശങ്കയുണ്ടോ? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നാണ് ആഗ്രഹം. നടക്കട്ടെ. എന്തെങ്കിലും അതായത് എന്തെങ്കിലും മാനദണ്ഡം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു സ്ത്രീ എന്ന രീതിയിൽ? അങ്ങനെ ചോദിച്ചാല് നമ്മൾ ഈ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിന് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും വന്നിട്ട് പറയാം. ഒരു വരുമോന്ന് ഡൗട്ട് ഉണ്ടല്ലേ? അപ്പൊ ഉണ്ട്, നടപ്പിലാക്കാൻ പറ്റുമോന്നൊരു സംശയം ഉണ്ട്. മന്ത്രി ഇന്നലെ ഉറപ്പ് നൽകി, മുഖ്യമന്ത്രി പറഞ്ഞ് എല്ലാവർക്കും ഇപ്പൊ കൊടുക്കാൻ പറ്റൂലല്ലോ. വന്നിട്ട് കാണാം. എന്ത് തോന്നുന്നു? യുവതിക്ക് എന്ത് തോന്നുന്നു? യുവതലമുറയ്ക്ക് എന്ത് തോന്നി തീരുമാനത്തോട്? ചെറുതായിട്ടൊരു എതിർപ്പുണ്ട്. എന്തുകൊണ്ട്? ഈക്വാലിറ്റി വേണമല്ലോ എല്ലാവർക്കും. ബോയ്സും കഷ്ടപ്പെടുന്നതല്ലേ. പക്ഷേ വയ്യാത്ത അമ്മമാർക്കാണ് ഇത്. വൈകല്യമുള്ളവർക്കും അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷമുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സന്തോഷമുണ്ട്. എന്നാലും അവര് അർഹരായവരുണ്ട്, അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം അല്ലെ അത് മാനദണ്ഡം വെച്ച് കൊടുക്കണം. അത് വേണം. അഥവാ എല്ലാവർക്കും നടപ്പിലാക്കണമെങ്കിൽ പുരുഷന്മാർക്ക് ഒരു തുല്യത എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ അല്ലേ? ഉണ്ട്. എന്നുവെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറെ ആൺകുട്ടികളും ഉണ്ട്, നമ്മളെപ്പോലെ പാവപ്പെട്ടവരും ഉണ്ട്. അപ്പൊ അവർക്കും ഒരു നല്ലൊരിത് വേണമല്ലോ. എല്ലാം പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നെ ആൺകുട്ടികൾ പിന്നെ ഇവിടെ കേരളത്തിന് എന്തിനാ? അതുകൊണ്ട് ചെറിയൊരു എതിർപ്പുണ്ട്. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. എല്ലാവർക്കും കിട്ടണമെന്നാണോ അതോ എന്തെങ്കിലും മാനദണ്ഡം വെച്ച് കിട്ടണോ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അങ്ങനെയൊന്നും എനിക്കൊരു അഭിപ്രായം ഇല്ല. ആണെങ്കിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന്, അതായത് ഇപ്പൊ അടുത്ത മാസം തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് കരുതിയിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അതായത് ഒരു തീരുമാനം വരുന്നു, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ പോകുമെന്ന് കരുതി? അങ്ങനെ കുറെ നീണ്ടു അറിയാമായിരുന്നു. നീണ്ടു പോകുന്ന എന്തായാലും ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ പോകാണ്. അതാണ്, നടപ്പിലാക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം. ആക്കിയില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അത് ആ പറഞ്ഞ വാക്ക് പാലിക്കാതെ പോയതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല.